ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ മെറ്റൽസ് എന്നുള്ള ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഓക്കെ, മെറ്റൽസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റീൽ യൂസ്ഡ് ഫോർ കട്ടിംഗ് ടൂൾ ഈസ് നോൺ ആസ്. ഓക്കെ, നമ്മൾ കട്ടിംഗ് ടൂൾസിൽ ഏത് സ്റ്റീൽ യൂസ് ചെയ്യുന്ന പറഞ്ഞത്? ഏത് സ്റ്റീലായിരുന്നു? ലോ കാർബണും അല്ല, ഹൈ കാർബണും അല്ല, അതിനിടയിൽ വരുന്ന മീഡിയം കാർബൺ സ്റ്റീലാണ് നമ്മൾ കട്ടിംഗ് ടൂൾസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എന്ത് സാധനം കൂടെ ആഡ് ചെയ്യുമ്പോഴാവും കൊറോഷൻ റെസിസ്റ്റൻ്റ് ആവും എന്ന് പറഞ്ഞെന്ന് ഓർത്താൽ മതി. അപ്പം ആരുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ? അയണിൻ്റെ കൂടെ ആരുണ്ട്? നിക്കലും ഉണ്ട്, ക്രോമിയം ഉണ്ട്. ക്രോമിയം ആണ് കൊറോഷൻ റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് ക്രോമിയം, എന്താണ്? ക്രോമിയം, പിന്നെ നിക്കൽ, പിന്നെന്താണ്? അയൺ. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ. അടുത്തത്, ബെസിമർ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഓഫ്. നമ്മൾ സ്റ്റീലിൻ്റെ കുറേ പ്രോസസ്സുകൾ പറഞ്ഞല്ലേ, അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ബെസിമർ പ്രോസസ്സ്. അപ്പം ബെസിമർ പ്രോസസ്സ് എന്തിൻ്റെ മാനുഫാക്ചറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്? ബെസിമർ പ്രോസസ്സ് സ്റ്റീൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കി, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 1400 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത നോക്കി, ഫോർ 1841 HSS വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? HSS 1841 HSS വിച്ച്, അതിലെന്താണ് ശരി? ആ 1841 എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന കോമ്പൗണ്ട്സിൻ്റെ പെർസെൻറ്റേജ് അല്ലേ? അപ്പോൾ അതിനകത്ത് 18% ഉള്ള ആരായിരുന്നു? ടങ്സ്റ്റൺ ആയിരുന്നു അല്ലേ? അപ്പോൾ 18% എന്താണ്? ടങ്സ്റ്റൺ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്ത്? ആൻസർ. അടുത്തത് നോക്കി, ബിയറിംഗ് മെറ്റൽ ഈസ് ദ കോമ്പോസിഷൻ ഓഫ്. ബിയറിംഗ് മെറ്റലിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ. ബിയറിംഗ് മെറ്റലിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? ബിയറിംഗ് മെറ്റലിൽ ടിന്നുണ്ട്, കോപ്പറുണ്ട്, കോപ്പറുണ്ട്, പിന്നെന്താണ്? ആൻറ്റിമണി ഉണ്ട്. അപ്പം ബിയറിംഗ് മെറ്റൽ ഈസ് ദ കോമ്പോസിഷൻ ഓഫ് എന്താണ്? ടിൻ, കോപ്പർ, ആൻറ്റിമണി. അടുത്ത നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റീവ്ലി എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഇതിനകത്ത് ഏതാണ് ഡക്റ്റൈൽ? ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വലിച്ചു നീട്ടാവുന്നത്. അപ്പോൾ ഏതാണ് ഏറ്റവും നന്നായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുന്നത്? നമ്മുടെ മൈൽഡ് സ്റ്റീലിനെയാണ് നന്നായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഗൺ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ്. ഗൺ മെറ്റലിൽ കോപ്പറിൻ്റെ കൂടെ വേറെ ആരൊക്കെ വരുന്നതാണ്? ടിൻ വരും, പിന്നെ എന്ത് വരും? സിങ്ക് വരും. ഓക്കെ, അപ്പം കോപ്പർ ടിന്നിൽ സിങ്കിനെ ഇട്ട് വെച്ചാൽ എന്ത് കിട്ടും? ഗൺ മെറ്റൽ കിട്ടും. ഓക്കെ, അങ്ങനെ വല്ലതും കണക്ട് ചെയ്ത് ഓർക്കണേ. അപ്പം എന്താണ്? ടിൻ ആൻഡ് സിങ്ക് ആണ് നമ്മുടെ ആൻസർ. അടുത്തത് നോക്കി, മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്സ് ടു ഗീവ് സോൾട്ട് ആൻഡ്. സോൾട്ടിൻ്റെ കൂടെ എന്തോടെ തരുമെന്നാണ് പറഞ്ഞ്? H2 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിനെ തരും മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം. അടുത്തത് ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ബ്രാസ്. നോക്കണം, ഇസഡ്, സിങ്ക്. എന്താണ്? കോപ്പറിന്റെയും സിങ്കിന്റെയും അലോയ് ആണ് എന്ത്? ബ്രാസ്. അടുത്തത് TMD സ്റ്റാൻഡ്സ് ഫോർ എന്തായിരുന്നു? തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാസ് ആയിരുന്നു അല്ലേ? നമ്മൾ TMD ബാസ് എന്ന് പറഞ്ഞാൽ തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ്. അപ്പോൾ ഓപ്ഷൻ 2. ഓക്കെ, അടുത്തത് നോക്കി, പ്രോസസ് വിച്ച് ഈസ് അഡോപ്റ്റഡ് ടു മേക്ക് ദ സ്റ്റീൽ സോഫ്റ്റ്. സ്റ്റീലിനെ സോഫ്റ്റ് ആക്കുന്ന ആരാ? അനീലിംഗ് അല്ലേ? സ്റ്റീലിനെ സോഫ്റ്റ് ആക്കുന്ന ആരാണ്? അനീലിംഗ്. അടുത്തത് നോക്കി, ഫോർ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് മിക്സ്ഡ് വിത്ത്. നമുക്ക് എന്താണ് ആക്കേണ്ടത്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ? അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ അവൻ്റെ പ്രോപ്പർട്ടി എന്താ വ്യത്യാസം വരുന്നത്? കൊറോഷൻ റെസിസ്റ്റൻസ് വരും. അപ്പം അതിന് ആരെ ആഡ് ചെയ്യണ്ടേ? നമ്മുടെ ക്രോമിയത്തെ ആഡ് ചെയ്യണം. ക്രോമിയത്തിന്റെ പ്രത്യേകത എന്താ? ക്രോമിയം കൊറോഷൻ റെസിസ്റ്റൻസ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കി, കാസ്റ്റ് അയൺ കണ്ടെയ്ൻ. നമ്മൾ കാസ്റ്റ് അയണിന്റെ 2 to 4% പഠിച്ചത്. പക്ഷെ എന്താണ്? നമുക്ക് ഓപ്ഷനിൽ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്ന ആൻസർ എത്ര ആയിരുന്നു? 1.5 to 6.5 ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആൻസർ 1.5 to 6.5 ആണ് ആൻസർ. അടുത്ത നോക്കി, ദ പ്രോപ്പർട്ടി ഡ്യൂ ടു വിച്ച് സ്റ്റീൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹാമർ ബ്ലോസ്. ഹാമറിന് നമ്മൾ ഹാമർ വെച്ചിട്ട് അടിക്കുമ്പോൾ എന്താ വരുന്നത്? ഇമ്പാക്റ്റ് കാരണം ആരാ ഉണ്ടാകുന്നത്? എന്താണ്? ടഫ്നെസ്. എന്താണ്?
ടഫ്നെസ്. അപ്പം പ്രോപ്പർട്ടി ഡ്യൂ ടു വിച്ച് സ്റ്റീൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹാമർ ബ്ലോസ് ഈസ് കോൾഡ് ടഫ്നെസ്. അടുത്ത നോക്കിയേ, the purest form of iron with low carbon content normally less than 0.15%. ഓക്കെ, പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ്. അയണിന്റെ എന്താണ് പ്യൂറസ്റ്റ് ഫോം ആണ്. ഓക്കെ, എന്താണ് അതിൽ കാർബൺ കണ്ടന്റ് വളരെ കുറവാണ്. ഓക്കെ, എത്രയാണ് ലെസ് ദാൻ 0.15% ആണ്. ആരാണ് പ്യുവർ? പ്യുവർ എന്താണ് വൈറ്റ് വരുമ്പം ഡബ്ല്യു വെച്ചിട്ട് ആരാ വരുന്നത്? റോട്ട് അയൺ. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കണേ. ഞാനിങ്ങനെ ഓർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ, റോട്ട് അയൺ. ഇനി അടുത്ത നോക്കി, ദ പ്രൊഡക്റ്റ് ഓഫ് ബ്ലാസ്റ്റ് ഫർണസ് ഇസ് നോൺ ആസ്. ബ്ലാസ്റ്റ് ഫർണസിൽ നമുക്ക് ആരെയായിരുന്നു കിട്ടുന്നത്? നമ്മുടെ പിഗ് അയണിനായിരുന്നു ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത നോക്കി, കോട്ടിംഗ് ദ സർഫസ് ഓഫ് സ്റ്റീൽ ബൈ എ തിൻ ലെയർ ഓഫ് സിങ്ക്. നമ്മൾ സ്റ്റീലിന്റെ കോട്ടിംഗ് ദ സർഫസ് ഓഫ് സ്റ്റീൽ ബൈ എ തിൻ ലെയർ ഓഫ് സിങ്ക്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു സിങ്ക് ലെയർ കോട്ടിങ്ങിൽ സ്റ്റീലിൽ കൊടുക്കുന്നതിന് എന്നാ പറയുന്നത്? ഗാൽവനൈസിങ്. എന്താ പറയുന്നത്? ഗാൽവനൈസിങ്. കമ്പയർഡ് ടു മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ ഹാസ്. നമ്മുടെ മൈൽഡ് സ്റ്റീലും ഉണ്ട്, കാസ്റ്റ് അയണും ഉണ്ട്. മൈൽഡ് സ്റ്റീലിന്റെ പ്രത്യേകത എന്താ? മൈൽഡ് സ്റ്റീൽ നല്ല ടെൻസൈൽ അല്ലേ? കാസ്റ്റ് അയണോ അത്ര ടെൻസൈൽ ആണോ? അല്ല. അപ്പൊ ഈ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ഹാവ് എന്താണ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്. മൈൽഡ് സ്റ്റീലിനെക്കാട്ടിലും നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ലോ കംപ്രസീവ് സ്ട്രെങ്ത് എന്നുള്ള ഓപ്ഷൻ തെറ്റാ. അടുത്ത എന്താ? ആർക്കാണ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ളത്? മൈൽഡ് സ്റ്റീലിന്. അപ്പം കാസ്റ്റ് അയൺ എന്താ ഉള്ളത്? ലോ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 1 and 4. അടുത്ത നോക്കി, പിഗ് അയൺ ഈസ് മാനുഫാക്ചർഡ് ബൈ. പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യുന്ന ഏത് പ്രോസസ് ആയിരുന്നു? പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ്. ഓക്കെ, അടുത്ത നോക്കി, ദ മെൽറ്റിംഗ് പോയിന്റ് ഈസ് ലോവസ്റ്റ് ഫോർ. ഇതിൽ ആർക്കാണ് മെൽറ്റിംഗ് പോയിന്റ് ലോവസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? സ്റ്റീലിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ എത്ര പറഞ്ഞേ? 1400 ഡിഗ്രി സെൽഷ്യസ്. കാസ്റ്റ് അയണിന്റെ എത്രയായിരുന്നു? 1250 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്താണ്? കാസ്റ്റ് അയൺ ആണ്. ഇനി അടുത്ത നോക്കിയേ, ഓപ്പറേഷൻ ഓഫ് റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് അഡ്ഹറിങ് ടു അയൺ ഓർ. റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രസ്സിങ്. ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഡ്രസ്സിങ്. അടുത്ത നോക്കിയേ, ദ സ്ലാഗ് ഒബ്റ്റൈൻഡ് ഫ്രം ഹേമറ്റൈറ്റ് ഓർ. ഹേമറ്റൈറ്റ് ഓറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ലാഗ് എന്താണ്? നമ്മുടെ പിഗ് അയൺ ആണ് നമ്മുടെ ആൻസർ. അടുത്ത എന്താ? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം. നമ്മൾ പറഞ്ഞല്ലേ 658 ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതാണ് എന്ത്? അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഇനി അടുത്ത നോക്കിയേ, ദ yield strength ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ലോ കാർബൺ സ്റ്റീൽ മേ ബി ഇംപ്രൂവ്ഡ് ബൈ. അപ്പം ഒരു ലോ കാർബൺ സ്റ്റീലിന്റെ yield strength അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ആരെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞേ? നമ്മുടെ വനേഡിയം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 4. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കാർബൺ. ഇതിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആർക്കാണ് ഉള്ളത്? കാസ്റ്റ് അയൺ, റോട്ട് അയൺ, മൈൽഡ് സ്റ്റീൽ, ഹാർഡ് സ്റ്റീൽ, ആർക്കാ ഉള്ളത്? നമ്മുടെ കാസ്റ്റ് അയണിലാണ് എന്ത്? മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കാർബൺ വരുന്നത്. അടുത്ത നോക്കിയേ, ദ മെറ്റൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഗാലന. ഗാലനിൽ നിന്ന് കിട്ടുന്ന ആരായിരുന്നു? നമ്മുടെ ലെഡ് ഗാലന. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? ലെഡ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗാലന എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മെറ്റൽ. അടുത്ത നോക്കിയേ, ഹീറ്റ് ട്രീറ്റ്മെന്റ് ഈസ് ഗിവൺ. നമ്മൾ മെറ്റൽസിനൊക്കെ ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ? എന്തിനൊക്കെയാ? ടു സോഫ്റ്റൻ ദ മെറ്റൽ. ആണോ? അതെ, കറക്റ്റ് ആണ്. ടു സേവ് ദ മെറ്റൽ ഫ്രം വിയർ അല്ലേ? അതും കറക്റ്റ് ആണ്. എന്താണ്? ടു കട്ട് മിസ്സെൻലേനിയസ് മെറ്റൽ. ഏതെങ്കിലും ചില മെറ്റൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് മൂന്നും കറക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓൾ ദ എബവ്. അടുത്ത നോക്കിയേ, ഡാഷ് ഫർണസ് ഈസ് യൂസ് ടു മേക്ക് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ ഉണ്ടാക്കാൻ വരുന്ന ഫർണസ് ഏതാ? സി കൂട്ടി തന്നെയുള്ള നമ്മുടെ കുപ്പോള ഫർണസ് ആണ് കാസ്റ്റ് അയൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഡാഷ് മെറ്റൽ കാനോട്ട് ബി ഫോർജ്ഡ്. ഫോർജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹാമർ ബ്ലോസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് വേണ്ട ഡിസൈഡ് ഷേപ്പിലാക്കി മാറ്റുന്ന പ്രോസസ് ആണ് ഫോർജിങ്. അപ്പൊ ഇതിൽ ഏത് മെറ്റലിനെയാണ് ഫോർജ് ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ കാസ്റ്റ് അയണിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? ഫോർജ് ചെയ്യാൻ പറ്റാത്തത്. ഇനി അടുത്ത് നോക്കിയേ, ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ലാർജസ്റ്റ് ഡെപ്പോസിഷൻ ഓഫ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആരുടെ ആയിരുന്നു? അലൂമിനിയത്തിന്റെ ആയിരുന്നു ഓർ അല്ലേ? അപ്പം ബോക്സൈറ്റിന്റെ ഡെപ്പോസിഷൻ ഉള്ളത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഒഡീസ അല്ലെങ്കിൽ ഒഡീസ. അടുത്ത് നോക്കിയേ,
മാഗ്നറ്റ് റെപ്രസെന്റ് ഓൾ മെറ്റീരിയൽ വിച്ച് അട്രാക്ട്സ്. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താ, എന്തിനെ അട്രാക്ട് ചെയ്യുന്നതാണ്? അയണിനെ അട്രാക്ട് ചെയ്യുന്നത് അല്ലേ മാഗ്നറ്റ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലെഡ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലെഡ് നമ്മൾ അറൌണ്ട് 382 ആ പറഞ്ഞല്ലേ. അപ്പൊ 328 ആ പറഞ്ഞല്ലേ. അപ്പൊ എന്താണ്, അത് എവിടെ വരും? 320 to 330 ഇടയിൽ വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കട്ട് അനദർ മെറ്റൽ. അപ്പൊ കട്ട് ചെയ്യുന്നതിന് എന്താ പറഞ്ഞത്? ഒരു മെറ്റീരിയൽ ഹാർഡ്നെസ്, അതിന് ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ അപ്പൊ ഹാർഡ് ആണെങ്കിൽ വേറൊരു മെറ്റലിനെ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? ഹാർഡ്നെസ്. അടുത്ത നോക്കി, ദ മെറ്റൽ ഇൻ ഡ്യൂറാലുമിൻ വിച്ച് ഈസ് ലാർജസ്റ്റ് ഇൻ പെർസെൻറ്റേജ്. ഡ്യൂറാലുമിനിൽ ആരാ ഏറ്റവും കൂടുതലുള്ളത്? അലുമിനിയം. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.